ഹലോ ഗായ്സ്, എന്തുകൊണ്ടാണ് നമ്മുടെ സന്തോഷം നിലനിൽക്കാത്തത്? എന്തുകൊണ്ടാണ് നമുക്ക് എപ്പോഴും എപ്പോഴും വീണ്ടും വീണ്ടും സന്തോഷത്തിന് പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും? ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം എന്തെങ്കിലും എനിക്കിപ്പോൾ ഒരു പുതിയ ഫോൺ മേടിക്കണം. ഞാൻ 2 വർഷം മുമ്പാണ് ഈ ഫോൺ മേടിച്ചത്. ഈ ഫോൺ മേടിക്കുമ്പം ഈ ഫോൺ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ഈ ഫോൺ കയ്യിലുള്ളപ്പോൾ അതേ സന്തോഷം ഇല്ല എൻ്റെ കയ്യിൽ. അതുപോലെ തന്നെ എൻ്റെ ഇതിന് 2 വീഡിയോ മുമ്പ് അതിൽ 200 വ്യൂസ് പോയായിരുന്നു. ഓക്കെ, അപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി. 1-2 പേര് കമൻ്റൊക്കെ ചെയ്തായിരുന്നു എൻ്റെ വീഡിയോസിൽ. അപ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ എനിക്ക് ഇന്ന് അത്രയും സന്തോഷമില്ല. അന്ന് അപ്പോഴും വന്ന ആ സമയത്ത് വന്ന സന്തോഷം എനിക്ക് ഇപ്പോഴില്ല. അപ്പം അതെന്തുകൊണ്ടാണ് ആക്ച്വലി? നമ്മൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു, ഇപ്പം കോളേജിൽ അഡ്മിഷൻ ആയാലും നമുക്ക് ഇന്ന കോളേജിൽ തന്നെ പോകണം എന്ന് ആഗ്രഹിക്കും. നമ്മൾ എന്നിട്ട് അവിടെ എടുക്കുകയും ചെയ്യും, നമുക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ഇന്ന ജോലി തന്നെ വേണം, എനിക്ക് 50,000 രൂപ സാലറി ഉള്ള ഒരു ജോലി വേണം, അല്ലെങ്കിൽ 1,00,000 രൂപ സാലറി ഉള്ളൊരു ജോലി വേണം. അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ സന്തോഷം അങ്ങ് മാറും. 50,000 കിട്ടിയ ആൾക്ക് പറയും, അയ്യോ എനിക്കിനി 1,00,000 രൂപ സാലറി വേണം. 1,00,000 കിട്ടിയ ആൾ പറയും, എനിക്കൊരു 1,50,000 രൂപ സാലറി വേണം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് എന്ത് വേണമായിരുന്നു അത് നമുക്ക് കിട്ടിയതിന് ശേഷം കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് നോർമലായി മാറും. അതായത് നമുക്ക് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ നമ്മുടെ കയ്യിലെത്തുമ്പോഴത്തേക്കും കുറച്ച് നാൾ കഴിയുമ്പം അത് നമുക്ക് നോർമലായിട്ട് ഫീൽ ആവും. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ സർവൈവലിന് വേണ്ടി ഡിസൈൻ ചെയ്തൊരു കാര്യമാണ്. അപ്പം നമുക്ക് എന്ത് കാര്യങ്ങൾ പുതിയത് കിട്ടിയാലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതിയത് ചെയ്താലും നമ്മുടെ ബ്രെയിൻ അങ്ങനത്തെ സിഗ്നൽസ് തരും നമുക്ക് നല്ലത് ഫീൽ ആവാനുള്ള. ബട്ട് അത് കുറച്ച് നാൾ കഴിയുമ്പം അത് ആക്ച്വലി ബ്രെയിൻ അഡാപ്റ്റ് ആവും അതുമായി. ഇത് ആക്ച്വലി നല്ല കാര്യങ്ങളിൽ മാത്രമല്ല കേട്ടോ. നമുക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചാലും ഇതേപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ റിയാക്ട് ചെയ്യുന്നത്. ഇച്ചിരി കുറച്ചൊക്കെ വ്യത്യാസം കാണും എല്ലാത്തിലും, എന്നാലും ഒരു പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. കാരണം ബ്രെയിൻ എങ്ങനെയാണോ നമ്മുടെ പുതിയ ലൈഫ് സ്റ്റൈൽ പോകുന്നത് അതിലോട്ട് നമ്മുടെ ബ്രെയിൻ അങ്ങ് അഡാപ്റ്റായി മാറും. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് തോന്നിയ പല കാര്യങ്ങളും നമുക്കത് ഓർഡിനറി ആയിട്ട് തോന്നി. അതായത് എനിക്ക് ഈ ഫോണ് ഞാൻ മേടിച്ചപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ഇപ്പോൾ എനിക്ക് അങ്ങനെയൊന്നുമില്ല. വേറെ ആരുടെയെങ്കിലും ഫോൺ കാണുമ്പോൾ എനിക്ക് തോന്നും, ഇത് നോർമൽ ഫോണല്ലേ എൻ്റെ കയ്യിലുള്ള, അങ്ങനെയൊക്കെ തോന്നും. ബട്ട് ആ സമയത്ത് അങ്ങനെയല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കര അടിപൊളി ഫോൺ, എനിക്ക് അതിന് മുമ്പുള്ള ഫോണിൽ നിന്നും വളരെ നല്ലൊരു ഫോണാണ് ഈ ഫോൺ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും, കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ ഫോണിൽ നിന്ന് നല്ല ഫോണാണെങ്കിലും എനിക്കിപ്പോൾ ആ ഒരു ഫീലൊന്നും വരുന്നില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ പല കാര്യത്തിലും. നമ്മുടെ എന്താ പറയുക, ഈവൻ റിലേഷൻഷിപ്സിൽ പോലും നമുക്ക് ആ സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുമ്പോൾ ഒരു ഹൈ ഉണ്ടല്ലോ, അത് നിലനിന്ന് പോവാറില്ല ഒരുപാട് പേര്. അങ്ങനെ റിലേഷൻഷിപ്സ് ബ്രേക്ക് ആവാറുമുണ്ട്. എന്താ പറയുക, കുറച്ച് നാൾ കഴിയുമ്പോൾ ബോറായി എന്നും പറഞ്ഞ് ചിലരൊക്കെ വിട്ട് പോകാറുമുണ്ട്. ഇതിനെ ആക്ച്വലി പറയുന്നത് ഹിഡോണിക് അഡാപ്റ്റേഷൻ ആണ്. ഈ ഹിഡോണിക് എന്ന് പറഞ്ഞ ഒരു ഗ്രീക്ക് വേർഡാണ് ഫോർ പ്ലഷർ. ആൻഡ് അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു. അതായത് ആ പ്ലഷറുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നു. അതായത് നമ്മൾ നമ്മുടെ പുതിയൊരു ലൈഫ് സ്റ്റൈൽ ആ പ്ലഷറുമായിട്ട് നമ്മൾ എന്താ പറയുക കൂടെ കൊണ്ടുപോവുകയാണ് അവിടെ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കത് നോർമലായിട്ട് തോന്നി തുടങ്ങും. ഇത് ഹിഡോണിക് അഡാപ്റ്റേഷൻ. ഇനി ഒരു കാര്യം കൂടിയാണ്, ഹിഡോണിക് ട്രെഡ്മിൽ. അതായത് നമ്മൾ ഇത് റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതൊരു ട്രെഡ്മിൽ പോലെ, ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ, ഇതൊരു ഗ്രാഫായിട്ട് നമ്മൾ കാണുക കേട്ടോ. ഒരു ഗ്രാഫ് ഇങ്ങനെ വരയ്ക്കുകയാണ്. ഇതിലൊരു ബേസ് ലൈൻ ഉണ്ട്. ഒരു ലൈൻ നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെ ഒരു ലൈൻ. അപ്പം ഈ ഒരു ലൈനിൽ ആണ് നമ്മുടെ ഹാപ്പിനെസ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും എന്താ പറയുക, ഇത് ബേസ് ലൈൻ ഹാപ്പിനെസ്സാണ്. ഇത് നമുക്ക് എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മുടെ ഹാപ്പിനെസ് ലെവൽ ഇച്ചിരി കൂടും. എന്നിട്ട് അത് തിരിച്ച് ഈ ബേസ് ലൈനിലോട്ട് തന്നെ തിരിച്ചു വരും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ദുഃഖമായി കഴിഞ്ഞാൽ ഈ ഹാപ്പിനെസ് ഈ ബേസ് ലൈനിൻ്റെ താഴെ കൂടെ പോകും. എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പം ഇത് തിരിച്ച് ബേസ് ലൈനുമായിട്ട് യോജിക്കും. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പം ഇതിങ്ങനെ റിപ്പീറ്റ് ആവുന്നതിനെയാണ് ഹിഡോണിക് ട്രെഡ്മിൽ എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു കാർ മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷവും. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ആ കാർ നമുക്ക് ഇപ്പോൾ ചെറിയൊരു കാർ മേടിച്ചു, വാഗനർ മേടിച്ചു. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ ചെറിയ കാറായിട്ട് തോന്നും, നമുക്ക് പിന്നെ വലിയ കാർ മേടിക്കണമെന്നാവും. എങ്കിൽ എനിക്ക് സന്തോഷിക്കാമല്ലോ, നമ്മുടെ ഈ ഒരു ചിന്താഗതി വരും നമുക്ക്. എനിക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ സന്തോഷിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ സന്തോഷിക്കും. എൻ്റെ കോളേജ്, എനിക്ക് ആ കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൽ സന്തോഷിക്കും. എൻ്റെ ജീവിതം സെറ്റാവും എന്ന് നമ്മൾ പറയാറില്ലേ? അതാണിത്. അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ സന്തോഷം നമ്മളൊരു ഗോളുമായിട്ട് അറ്റാച്ച് ചെയ്ത് വയ്ക്കും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ സന്തുഷ്ടനാണെന്നുള്ള രീതിയിൽ. ബട്ട് അതല്ല സത്യാവസ്ഥ. നമുക്കൊരിക്കലും ഒരു ഗോൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം മുഴുവൻ ആ ഗോളും വെച്ച് സന്തോഷിച്ചിരിക്കാൻ പറ്റില്ല. ലൈഫ്
അവിടെ പോസ് ആവുന്നില്ല. അത് സിനിമകൾ പോലെയല്ല. സിനിമ കണ്ടിട്ടും നമുക്കത് നമ്മളങ്ങനെ വിചാരിച്ചു, അവന് ഒരു 2 ലവേഴ്സ് ഫുൾ മൂവിയിൽ അവർ ഒരുമിക്കുന്നില്ല, എൻഡിൽ അവർ ഒരുമിക്കുന്നു. അപ്പോഴും നമ്മൾ വിചാരിക്കും എൻഡ് അവർ ഒരുമിച്ചു, അതിൻ്റെ അർത്ഥം എല്ലാം ഓക്കെ ആയെന്നാണ്. അങ്ങനെയല്ല ലൈഫ് അതിന് ശേഷം ഒരുപാട് നമുക്ക് എന്താ പറയുക, ഹാപ്പിനെസ്സും സാഡ്നെസ്സും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ ഒരു ട്രെഡ്മില്ലിൽ ഇങ്ങനെ ക്രമിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത്. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയും മോഡേൺ ലൈഫും ഒക്കെ ഇതിന് ഒരുപാട് നമ്മളെ ബാധിക്കുന്നുമുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ മൂവിയുടെ എക്സാമ്പിൾ പറഞ്ഞല്ലോ, നമ്മളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ കുറേ റീലുകൾ കാണുകയാണ്. നമ്മൾ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുകയായിരിക്കും, ബട്ട് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മൾ കാണുന്നത് ചിലർ എന്താ പറയുക, പല സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകുന്നു, ചിലർ ഒരുപാട് എന്താ പറയുക ലക്ഷറി ആയിട്ടുള്ള കാറുകൾ മേടിക്കുന്നു, ലക്ഷറി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിൽ പോകുന്നു, അല്ലെങ്കിൽ എന്താ പറയുക ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ഒക്കെ ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് എന്താ പറയുക, ഇത് ചെയ്താലേ നമുക്കും സന്തോഷിക്കാൻ പറ്റൂ എന്ന് നമ്മൾ വിചാരിച്ചു. ബട്ട് അങ്ങനെ നമ്മൾ ആ ഒരു ലൂപ്പിൽ കയറിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ നമുക്ക് ഒരിക്കലും എന്ത് നേടിയാലും നമുക്ക് ആ ഒരു സന്തോഷം വരില്ല. ഇതിനോട് സൊല്യൂഷൻ എന്ന് പറഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്കെന്താ, എൻ്റെ കയ്യിലൊരു ഫോണില്ലേ, അതിന് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഐ ഷുഡ് ഫീൽ ഗ്രേറ്റ്ഫുൾ. എൻ്റെ കയ്യിലൊരു ഫോണുണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് എനിക്ക് ഉറങ്ങാനൊരു വീടുണ്ട്, എനിക്ക് ഫുഡ് 3 നേരം കഴിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ചെറിയ കാര്യങ്ങളുണ്ട്, ഇതിനൊക്കെ നമ്മൾ പക്ഷേ നമുക്ക് നല്ലത് ഫീൽ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയുക, ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഈ നല്ല കാര്യങ്ങൾ ഫീൽ ചെയ്താൽ മാത്രമേ നമുക്ക് വലിയ കാര്യങ്ങളിൽ നമുക്ക് അത്രയും വില കൊടുക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്കൊരു വിലയില്ലാതായി പോകും. അതുപോലെ തന്നെ നമ്മൾ കമ്പയർ ചെയ്യുന്നത് നിർത്തുക. എൻ്റെ കയ്യിലൊരു കാറുണ്ട്, എൻ്റെ കൂട്ടുകാരൻ ഒരു വില കൂടിയ ലക്ഷറി കാർ മേടിച്ചെങ്കിൽ, അയ്യോ അവൻ്റെ ഒരു ലക്ഷറി കാർ ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ ലക്ഷറി കാർ ഇല്ലല്ലോ, അപ്പം അവനാണ് കൂടുതൽ സക്സസ്ഫുൾ, ആ ലക്ഷറി കാർ കിട്ടിയാൽ എനിക്ക് സന്തോഷിക്കാൻ പറ്റും. അല്ല, നിങ്ങളുടെ കയ്യിൽ കാറുണ്ട്, അതിൽ നിങ്ങൾ സന്തോഷിക്കാൻ നോക്കുക. നിങ്ങൾ കമ്പാരിസൺ ചെയ്യാൻ നിൽക്കുക. കമ്പാരിസൺ കിൽസ് ജോയ് എന്നാണ് പറയുന്നത്. കമ്പാരിസൺ ഒരിക്കലും ചെയ്യാൻ പാടില്ല. കമ്പാരിസൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നലെയിൽ നിന്ന് ചെയ്യുക. അതായത് ഷുഡ് കമ്പയർ യുവർ സെൽഫ് ഓൺലി. നിങ്ങൾ ഇന്നലെയിൽ നിന്നും ഇന്ന് എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്തു, നിങ്ങൾ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തു, ആ കാർ പുള്ളിക്കാരൻ്റെ ഉണ്ടായിരിക്കാം, ആ കാർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കാറിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും പ്രയത്നിച്ചു, അതാണ് ചെയ്യേണ്ടത്. അവിടെയാണ് കമ്പാരിസൺ ചെയ്യേണ്ടത്. ആ കാർ നിങ്ങൾക്ക് വേണം, ഞാൻ ഇന്നലെയിൽ നിന്നും ആ കാർ നേടാനായിട്ട് ഇന്ന് എന്തെങ്കിലും കൂടുതൽ ചെയ്തു, ഇല്ലെങ്കിൽ ആ കാർ നിങ്ങൾക്ക് അർഹതപ്പെടുന്നില്ല. കമ്പാരിസൺ ഒരിക്കലും തെറ്റായ ഒരു കാര്യമല്ല. അത് ചെയ്യേണ്ട കറക്റ്റ് സ്ഥലമുണ്ട്, സമയമുണ്ട്, അത് ആരുടെ കൂടെയാണ് ചെയ്യേണ്ടതെന്നുമുണ്ട്. നമ്മൾ മറ്റാരുമായിട്ടല്ല കമ്പയർ ചെയ്യേണ്ടത് ഒരിക്കലും. നമ്മളെ തന്നെയാണ് കമ്പയർ ചെയ്യേണ്ടത്. നമ്മുടെ ഇന്നലെയിൽ നിന്ന് നമ്മൾ ഇന്ന് എത്ര നല്ലതാണ്, അതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് 3ാമത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് ലവ് ദ ഡെസ്റ്റിനി, ലവ് ദ പ്രോഗ്രസ് ആൻഡ് പ്രോസസ്. നിങ്ങൾ ഡെസ്റ്റിനി ഇഷ്ടപ്പെടുന്ന ആൾ, അതായത് എൻഡ് ഗോൾ ഇഷ്ടപ്പെടുന്ന ആൾക്ക് എപ്പോഴും എൻഡ് ഗോളിൽ എത്തുമ്പോഴത്തേക്കും സന്തോഷവും ദുഃഖവും ഒരുമിച്ച് വരും. ഇതിന് ശേഷം എന്താണെന്നുള്ളത്. ബട്ട് ജേണി എൻജോയ് ചെയ്യുന്ന ആളുണ്ടല്ലോ, അവർക്ക് 2 പ്രാവശ്യം സന്തോഷിക്കാൻ പറ്റും. ആ ജേണി ഫുൾ അവർ സന്തോഷിച്ചു, ആ ഡെസ്റ്റിനി അവർ സന്തോഷിച്ചു, അവർക്ക് ഇനിയും അടുത്തതിനുള്ള ജേണിയും സന്തോഷിക്കാം. ബട്ട് ഡെസ്റ്റിനി ഉള്ളവർക്ക് ജേണി ഫുൾ കഷ്ടപ്പാട് പോലെ തോന്നും. ആ ഡെസ്റ്റിനി മാത്രമായിരിക്കും അവർക്ക് ഒരു സന്തോഷം തരുന്നത്. അതൊരു വളരെ കുറച്ച് നിമിഷത്തേക്കായിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും, ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് ഇതിന് വേണ്ടിയായിരുന്നു. ബട്ട് ആ ജേണി നമ്മൾ എൻജോയ് ചെയ്താട്ടല്ലോ, എങ്കിൽ നമുക്ക് അതിൻ്റെ വെർത്ത് മനസ്സിലാവും. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരു 5 മിനിറ്റ് സന്തോഷമായിരിക്കും എനിക്കത്. ബട്ട് ആ 5 മിനിറ്റ് സന്തോഷിക്കാൻ ഞാൻ എൻ്റെ വർക്കും എൻ്റെ ആ പ്രോഗ്രസ്സും ഞാൻ സന്തോഷിച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ആ 5 മിനിറ്റുമായിട്ട് ഒരു വലിയ ബന്ധം തോന്നില്ല. എനിക്ക് മുഴുവൻ പ്രോസസ്സുമായിട്ടായിരിക്കും എനിക്ക് ആ ഒരു സന്തോഷം. അതല്ലാതെ ലാസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാക്ടീസ് ഇനഫ്നെസ്. അതായത് നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ചില സമയത്ത് നമ്മൾ ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. കാർ എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഫോണുണ്ട്, ഈ ഫോണിന് ഒരു കുഴപ്പമില്ല, പിന്നെ എന്തിനാണ് ഞാൻ പുതിയത് മേടിക്കുന്നത്? അല്ലെങ്കിൽ എൻ്റെ കാറിന് ഒരു കുഴപ്പമില്ല, പിന്നെ എന്തിനാണ് ഞാൻ പുതിയത് മേടിക്കുന്നത്? എന്തെങ്കിലും ഒരു വാലിഡ് റീസൺ ഇല്ല, വെറുതെ നമ്മൾ ഗോൾസ് ഉണ്ടാക്കിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കും. ഹെഡോണിക് ട്രെഡ്മിലോ അഡാപ്റ്റേഷനോ വലിയ തെറ്റായ കാര്യമൊന്നുമല്ല. ഇതൊക്കെ ഒരു കോൺസെപ്റ്റുകൾ മാത്രമാണ്. നമുക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ ഇതൊക്കെ വേണം. എനിക്കൊരു ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നലെയിൽ നിന്ന് ഞാൻ ഇന്ന് നന്നാവും. എനിക്ക് എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്യാൻ ഒരു പർപ്പസ് വേണം. പർപ്പസ് ഒരു ലൈഫിൽ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനൊരു സുഖം കിട്ടില്ല. പർപ്പസ് എപ്പോഴും വേണം. ബട്ട് ആ പർപ്പസ് എത്ര വേണം, എങ്ങനെ വേണം എന്നൊക്കെ നമ്മൾ
എപ്പോഴും എന്താ പറയുക ചിന്തിച്ചുകൊണ്ടിരിക്കണം. നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് റീവിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ ആ ഒരു ഗോളിലോട്ട്. അത് കറക്റ്റായ പർപ്പസ് തന്നെയാണോ, അല്ലെങ്കിൽ ഞാൻ വെറുതെ എന്തെങ്കിലും ആരെങ്കിലും കണ്ടിട്ട് ചെയ്യുന്നതാണോ എന്നൊക്കെയുള്ള ആ പർപ്പസ് അല്ലായിരിക്കണം നമ്മുടെ ലൈഫ്. പർപ്പസ് ഷുഡ് ബി പാർട്ട് ഓഫ് അവർ ലൈഫ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു കാര്യവും നമ്മളുടെ ലൈഫുമായിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ ലൈഫായിട്ട് ഡിഫൈൻ ചെയ്യാൻ പാടില്ല. എല്ലാം നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. ഇതുപോലെ തന്നെ പർപ്പസ് ഒരു പാർട്ടാണ് നമ്മുടെ ലൈഫിൻ്റെ. ആ പർപ്പസ് ഡിഫൈൻ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ഗൈസ്, ഇത് ഒരു ചെറിയ ടോപ്പിക്കാണ്, ബട്ട് ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. സോ ഞാൻ പറഞ്ഞതുപോലെ ഹെഡോണിക് ട്രെഡ്മിലോ അഡാപ്റ്റേഷനോ ഒക്കെ ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല. അതൊക്കെ നമ്മൾ നമ്മുടെ ആ രീതിയിൽ നമ്മൾ എന്താ പറയുക വാലിഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അത്ര തന്നെ. സോ അത്രയേ ഉള്ളൂ ഗൈസ്. സോ സന്തോഷം തേടി ഓടാതിരിക്കുക. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ്. നമ്മൾ നൗ ഈസ് റിയൽ. ആൻഡ് ഇപ്പോൾ നമ്മൾ സന്തോഷിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് സന്തോഷിക്കാൻ പറ്റൂ. അല്ലാതെ ഒരു ഗോളിൽ നമ്മൾ സന്തോഷം ഒരിക്കലും അറ്റാച്ച് ചെയ്ത് വയ്ക്കരുത്. അതല്ല നമ്മുടെ ആക്ച്വൽ ലൈഫ്, അതല്ല മീനിങ്. പ്രോപ്പർ മീനിങ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുക എന്നതാണ്, അല്ലാതെ എന്തെങ്കിലും നേടുക എന്നതല്ല. സോ അത് മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. ബൈ ഗായ്സ്. ഈ വീഡിയോയ്ക്ക് കൂടുതൽ വ്യൂസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൻഡ് എന്തെങ്കിലും പ്രശ്നം ഈ വീഡിയോയ്ക്ക് തോന്നുന്നുണ്ട്, നിങ്ങൾക്ക് പഴയ വീഡിയോകളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരുന്നുണ്ട്, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചിന്ത നിങ്ങൾക്ക് വരുന്നുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ഇടാം. ആൻഡ് വി ക്യാൻ ഹാവ് എ ഗുഡ് ഡിസ്കഷൻ ദെയർ. താങ്ക് യു ഗായ്സ്. ആൻഡ് ലെറ്റ്സ് ഹോപ്പ് അടുത്ത വീഡിയോ പെട്ടെന്ന് വരട്ടെ എന്ന്. ആൻഡ് ബൈ ഗായ്സ്.